ഭാര്യമാരുടെ പെൻഷൻ കൊണ്ട് കോടികളുടെ ബിസിനസ് തുടങ്ങിയെന്ന ന്യായീകരണം വെട്ടിലാക്കിയ ഇപിക്കും പിണറായിക്കും പാർട്ടിയിൽ നിൽക്കൽ കല്ലിയില്ലാത്ത അവസ്ഥയാണ്. അഴിമതി കഥകൾ പരമ്പര പോലെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പിണറായിയുടെ മന്ത്രി കസേര തുലാസിലാടുകയാണ്. ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്ന ഭീതിയിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് മുഖ്യനും കുടുംബവും. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായുള്ള ചില അവിശുദ്ധ ബന്ധങ്ങളുടെ കഥ കൂടി പുറത്തു വന്നതോടെ ഇപിയുടെ അവസ്ഥയും മറിച്ചല്ല. എന്തായാലും ഇതൊക്കെ കണ്ട് മനസ്സിൽ ലഡ്ഡു പൊട്ടുന്നത് സ്വപ്ന സുരേഷ് എന്ന ഒറ്റയാൾ പോരാളിക്ക് തന്നെയാണ്. കാരണം ഇവർക്കൊക്കെ എതിരെ പലപ്പോഴായി സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശക്തമായ തെളിവുകളോടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. EP ജയരാജന്റെ മകൻ ജെയ്സിനെതിരെ ബിനാമി ഇടപാട് ആരോപണവുമായാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് രംഗത്തെത്തിയിരിക്കുന്നത്. ജെയ്സിന് UAE റാസൽ ഖൈമയിൽ സ്വന്തമായി എണ്ണ ശുദ്ധീകരണ കമ്പനി ഉണ്ട് എന്നാണ് സ്വപ്ന സുരേഷിന്റെ ആരോപണം. UAE ബിനാമി കമ്പനി വഴിയുള്ള ഇറക്കുമതി ഇടപാടിന് സഹായം തേടി ജെയ്സൺ താനുമായി ചർച്ച നടത്തിയെന്നും സ്വപ്ന പറയുന്നു. ജെയ്സണുമായി ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് എന്നും സ്വപ്ന വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പോലീസിന് ക്യാമറകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഇടപാടിനാണ് ജെയ്സൺ ചർച്ച നടത്തിയത്. ഇക്കാര്യത്തെക്കുറിച്ച് EP ജയരാജനും അറിയാമായിരുന്നു എന്നും ആഭ്യന്തര വകുപ്പിന് ഇതിൽ നിന്ന് ഒഴിവാക്കി സ്വന്തം നിലയ്ക്ക് ചെയ്യാനാണ് ജെയ്സൺ തീരുമാനിച്ചതെന്നും സ്വപ്ന പറയുന്നു. ഇതിന് പിന്നാലെയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് വന്നത്. ഇതിനുശേഷം ഇടപാടിന് എന്ത് സംഭവിച്ചെന്നറിയില്ല എന്നും സ്വപ്ന സുരേഷ് പറയുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു EP ജയരാജൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന ആരോപണം പുറത്തു വന്നത്. ഇപ്പോൾ പുതിയ ആരോപണം സ്വപ്ന കൂടി ഉന്നയിച്ചതോടെ EP ജയരാജൻ പ്രതിരോധത്തിലായി. ഇതിന് പിന്നാലെയാണ് മൊറാഴിയിലെ വൈദേകം റിസോർട്ടിൽ EP ജയരാജന് സാമ്പത്തിക ഇടപാടുണ്ട് എന്ന ആരോപണം ഉയർന്നത്. മൊറാഴിയിലെ ഉടുപ്പുകുന്ന് ഇടിച്ചു നിരത്തിയാണ് റിസോർട്ട് ഉണ്ടാക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടക്കം മുതൽ രംഗത്തുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ് സ്വപ്ന. ഇപ്പോൾ മുഖ്യമന്ത്രി പുത്രിയുടെ മാസപ്പടി കേസും മുഖ്യന്റെ മകന്റെ അമ്മായിയച്ഛന്റെ അഴിമതിയുമെല്ലാം പുറത്തു വരുമ്പോൾ ക്ലിഫ് ഹൗസിൽ കൂട്ടക്കരച്ചിൽ നടക്കുകയാണ്. ഇതെല്ലാം കാലത്തിന്റെ തിരിച്ചടികൾ എന്ന് പറയുമ്പോഴും സ്വപ്ന എന്ന പെണ്ണിന്റെ കണ്ണീരിന്റെ ശാപം കൂടി ചരിത്രത്തിൽ എഴുതപ്പെടുകയാണ് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്.